കേതുർദശയിലെ ചന്ദ്രന്റെ അപകാരകാലം തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓമൽ കലാലയ വർഷങ്ങളിൽ 1000 കൂട്ടുകാരെ. ലോക മലയാളികൾ ആരാധിക്കുന്ന ഇതിഹാസ താരം ജയൻ സാറ് മരിച്ച ദിവസമാണ്. 1980 നവംബർ 16 കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് അദ്ദേഹം നമ്മെ പിരിഞ്ഞു പോയത്. ഇന്ന് അദ്ദേഹം പോയിട്ട് 44 വർഷമായി. എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ പടം ഇങ്ങനെ വെച്ച് 16-ാം തീയതി എന്ന ഈ ദിവസം അദ്ദേഹത്തിൻ്റെ പടം ഇങ്ങനെ വെച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് മാലയൊക്കെ ഇട്ട് തെളിയുന്ന മാലയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ സ്മരിക്കും. അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഈ ജയൻ എന്നാ ജനിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ജയന് കൊല്ലം ജില്ലയിൽ ഓലയിൽ പൊന്നച്ചൻ വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതി അമ്മയുടെയും മകനായി 1939 ജൂലൈ 25 ജനിച്ചത്. വിശാഖ നക്ഷത്രത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിനൊരു അനിയനുണ്ടായിരുന്നു, സോമൻ നായർ. ജയന്റെ യഥാർത്ഥ പേര് MK കൃഷ്ണൻ നായർ എന്നായിരുന്നു. എല്ലാ വർഷവും ഇതുപോലെ അനുസ്മരണം നടത്താറുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ബാബൂസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞ കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടർ വെച്ചിട്ട് ഞാൻ ഇവിടെ പൂക്കൾ കൊണ്ട് സ്വന്തമായി മാല നിർമ്മിച്ച് ഇടുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഫ്ലെക്സ് ഉള്ളതുകൊണ്ട് ഫ്ലെക്സ് അടുപ്പിച്ച് അതായത് നമ്മൾ തെളിയുന്ന മാലപ്പുളിപ്പൊക്കെ ഇട്ട് വളരെ മനോഹരമായാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ കൊണ്ടാടാറുള്ളത്. ജയൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നല്ല അറിയാം? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം നേവിയിലാണ് ജോലിക്ക് വരെ ചെയ്തത്. നേവിയിൽ CPO പദവി വരെ ആയിരുന്നു. അതിനിടയ്ക്കാണോ ഈ സിനിമയിൽ വരുന്നത്? അല്ല, നേവി ലൈഫ് കഴിഞ്ഞപ്പം ജയന്റെ അമ്മാവന്റെ മകളാണ് സിനിമാ നടി ജയഭാരതി. ജയഭാരതി പറഞ്ഞു, താങ്കൾക്ക് നല്ല സൗന്ദര്യവും എല്ലാം ഉണ്ട്, താങ്കൾ സിനിമയിലേക്ക് കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ ഒരു ചെറിയ സീനോടെയാണ് അദ്ദേഹം സിനിമയിൽ കടക്കുന്നത്. 1972 മുതൽ 80 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ലൈഫ് കാലം. പിന്നെ ശാപമോഷം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആക്റ്റീവായി സജീവ നടനായി മാറിയത്. ഈ ജയന് 72 മുതൽ 80 കാലഘട്ടങ്ങളിലല്ലേ അഭിനയിച്ചത് അല്ലേ? അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എത്ര സിനിമ അഭിനയിച്ചിട്ട് കാണും? എൻ്റെ ഓർമ്മയിൽ 116 ഉള്ളതാണ് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. അതായത് പിന്നെ വേറൊരു അദ്ദേഹത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ അഭിനയിച്ച പടം എല്ലാം ഹിറ്റായി. ഇന്നൊക്കെ ഒരു വർഷത്തിൽ പ്രഗത്ഭ നടന്മാർക്ക് ഒരു വർഷത്തിൽ ഒരു സിനിമ അല്ലേ ഒക്കെ ഇറങ്ങാറുള്ളൂ. ഈ 8 വർഷം കൊണ്ട് 116 പടം ഇറങ്ങുകയും അതെല്ലാം ഹിറ്റാകുകയും ചെയ്യുന്ന പറഞ്ഞാൽ അമാനുഷികമായ കഴിവുള്ള മനുഷ്യനാണ്. അമാനുഷികമായ കഴിവുകൾക്ക് ഉള്ള മനുഷ്യനെയാണ് ഇതിഹാസ താരം എന്ന് വിളിക്കുന്നത്. ഈ ജയൻ മരിക്കുന്ന സമയത്തെ ആശാന്റെ ഓർമ്മയിലോ ഉണ്ടോ? ഉണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് ആശാൻ ഓർക്കുന്നുണ്ടല്ലേ? ആശാന് ജ്യോതിഷമൊക്കെ ആണല്ലോ. ആശാന് ഈ ജയന്റെ മരണകാലത്തെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റുമോ? ഞാൻ ജയന്റെ ഗ്രഹനില, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എടുത്ത് ഗ്രഹനില എടുത്ത് എൻ്റെ ഡയറിയിലുണ്ട്. വിശാഖ നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിക്കാനുണ്ടായ കാരണം എന്നെന്ന് ചോദിച്ചാൽ അദ്ദേഹം ബുധദശാകാലത്താണ് അദ്ദേഹം പ്രഗത്ഭ നടനായി ശോഭിച്ചതല്ല. അത് കഴിഞ്ഞ് കേതുർദശ തുടങ്ങി. കേതുർദശയിലെ ചന്ദ്രന്റെ അപകാരകാലം തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. കേതുവിലെ ചന്ദ്രനിൽ സാമാന്യഗതിയിൽ എല്ലാവരും അപകടങ്ങൾ, അനർത്ഥങ്ങൾ വന്നു പോകാനൊരു സാധ്യതയുണ്ട്. അവിടെ പിടിച്ചു നിന്ന് കയറിയാലേ വിജയിച്ചു പോവുള്ളൂ. ആ സമയത്ത് ഈ കേതു ദശാകാലം തന്നെ മോശമാണ്. രോഗങ്ങൾ, ദുരിതങ്ങൾ, അപകടങ്ങൾ, കേസുകൾ, ജയിൽവാസം എല്ലാം വരുന്ന കാലമാണ് 7 വർഷം കേതുർദശ എന്ന് പറയുന്നത്. ആ കാലത്ത് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട ഒരു സമയമാണ്. അതിൽ കേതുവിലെ ചന്ദ്രന്റെ അപകാര കാലത്തായിരുന്നു അദ്ദേഹം നമ്മെ പിരിഞ്ഞു പോയത്. അദ്ദേഹം അഭിനയിച്ച ഏതാനും സൂപ്പർ ഹിറ്റ് പടങ്ങളെ കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം അഭിനയിച്ച എല്ലാ പടവും സൂപ്പർ ഹിറ്റാണ്. പക്ഷെ എൻ്റെ ചങ്കിൽ തട്ടിയ ഏതാനും കാര്യങ്ങൾ ഞാൻ പറയാം. കാന്തവലയം, ശക്തി, ശരപഞ്ചരം, അഗ്നിശരം, ആവേശം, കോളിളക്കം, കരിപുരണ്ട ജീവിതങ്ങൾ, മൂർഖൻ, ആക്രമണം, ഇങ്ങനെ എല്ലാം ഹിറ്റാണ്. എന്നാലും എൻ്റെ ചങ്കിൽ തട്ടിയ സംഭവമാണ്. പിന്നെ തടവറയൊക്കെ സൂപ്പർ പടമായിരുന്നു. ഈ ആശാന് നിരവധി വണ്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അനേകം വണ്ടികൾ എൻ്റെ ഈ
പ്രായത്തിനിടയ്ക്ക് അനേകം വണ്ടികൾ എൻ്റെ ജീവിതത്തിലൂടെ കൈകാര്യം ചെയ്തു പോയ മനുഷ്യനാണ്. ഈ ജയന് എത്ര വണ്ടികളുണ്ടായിരുന്നു? ജയൻ സാറിന് കാറ് ഫിയറ്റ് ആയിരുന്നു. KRE 134 എന്നായിരുന്നു എൻ്റെ നമ്പർ. KRE എന്ന് പറഞ്ഞാൽ എറണാകുളം രജിസ്ട്രേഷനാണ്. പിന്നെ ജാവ ബൈക്കായിരുന്നു. അതിൻ്റെ നമ്പർ ഞാൻ കൃത്യം ഓർമ്മിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ജാവ നായരെന്നും പറയുമായിരുന്നു. പണ്ട് കാലത്ത് ഈ ജാവ ഭയങ്കരം 2 പോക്കോഴിലും ഒക്കെ ആയിട്ട് ട്രൻ ടൻ 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 എന്നാണ് ജാവ ഇറക്കം ഇറങ്ങുമ്പോഴത്തെ ഒച്ച. ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്നാ രസമായിരുന്നറിയോ? ആ 2 പോക്കോഴിലൊക്കെ ആയിട്ട് 2 സൈഡിലും പെട്ടിയൊക്കെ വെച്ച് അതുകൊണ്ട് ജാവ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ജാവ നായരെന്നും അദ്ദേഹം അറിയപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് ജീപ്പ് കൂടെ ഇല്ലായിരുന്നോ? ജീപ്പ് ഉണ്ടായിരുന്നു. വില്ലീസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ? അന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവേ ഉള്ളൂ വില്ലീസ്. അത് കഴിഞ്ഞ് ഇപ്പോഴല്ലേ റൈറ്റ് ഹാൻഡ് ആയതൊക്കെ 80കളിലാണ്. 70കളിൽ ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. ജയൻ അഭിനയിച്ച ഒരു ചിത്രത്തിലെ ഒരു പാട്ട് പാടാമോ? ജയൻ അഭിനയിച്ച ചിത്രത്തിലെ പാട്ട് മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ പാട്ടങ്ങ് പാടാം. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആരാധകർക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വരും. എന്നെ ഓർക്കാൻ വേണ്ടി എൻ്റെ ആരാധകർക്ക് വേണ്ടി കസ്തൂരി മാൻമിഴി മത്സരം ചെയ്തു എന്ന ഗാനം ഞാൻ ആലപിക്കാം. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി. കോളിളക്കം സിനിമയിലെ അഭിനയത്തിനിടയ്ക്കാണല്ലോ ജയൻ മരിക്കുന്നത്, അല്ലേ? അതിനകത്ത് ആരൊക്കെ അഭിനയിച്ചേ? കോളിളക്കത്തിനകത്ത് പ്രധാന കഥാപാത്രം മധുവാണ്. പ്രഭാകരൻ എന്നാണ് മധുസാറിൻ്റെ പേര്. മധുസാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചേക്കുന്ന KR വിജയ. അവർക്ക് 3 ആൺപിള്ളേരാണ്. ആ 3 ആൺപിള്ളേരിൽ ഇളയയാളാണ് ജയന്. അപ്പം ജയൻ്റെ ചേട്ടന്മാരായിട്ടുള്ളത് സുകുമാരനും സോമനുമാണ്. അവരൊക്കെ 3 പേരും അപ്രതീക്ഷിതമായി, മധു ഒരു മുക്കുവനായിരുന്നു. മധു വള്ളത്തെ പോയി വള്ളം മറിഞ്ഞ്, അതായത് പ്രഭാകരൻ വള്ളം മറിഞ്ഞ് പ്രഭാകരനെ കാണാതായി, പ്രഭാകരൻ മരിച്ചുപോയി എന്നൊരു കിംവദന്തി വന്നു. അപ്പോഴത്തേനും ആ തുറയിൽ KR വിജയ്ക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോൾ ഈ 3 പിള്ളേരെ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയേക്കാന്ന് വെച്ച് പുറപ്പെട്ടു പോയി. ആ പോയ പോക്കിന് 3 പിള്ളേരും അപ്രതീക്ഷിതമായി ഓരോ സ്ഥലത്ത് വെച്ച് തനിയെ ആയിപ്പോയി. അതായത് ട്രെയിനിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി, പാല് മേടിക്കാൻ വേണ്ടിയാണോ ഞാൻ മറന്നുപോയി. ഒരു കൊച്ച് ഇറങ്ങിപ്പോയി പാല് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്കായിപ്പോയി. അവസാനം ഒരു സംഘർഷത്തിൽ ഒരു വീട്ടിൽ വെച്ച് ഫോട്ടോ ഇങ്ങനെ ഒന്നിച്ച് കാണുകയാണ്. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ പ്രഭാകരനോ? അതെ. അപ്പം പ്രഭാകരൻ എൻ്റെ അച്ഛനാണല്ലോ. അപ്പോൾ ഞാൻ ബാബു എന്നും പറഞ്ഞ് അവര് ഒന്നിക്കുകയാണ്. അങ്ങനെയാണ് ആ കഥ. ഷൂട്ടിങ്ങിനിടയ്ക്കാണല്ലോ മരിക്കുന്നത്. അപ്പോൾ ആ ഷൂട്ടിങ് എടുത്തപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി വീണ് മരിക്കുന്നതായിട്ട് തന്നെയാണോ അഭിനയിക്കാൻ വേണ്ടി ചിത്രീകരിച്ചോണ്ടിരുന്നത്? അല്ല. ബാലങ്കേ നായരായിരുന്നു വില്ലന്. ബാലങ്കേ നായർ ഒരു സൂക്കേഴ്സും കൊണ്ട് പിന്നെ കള്ളക്കടത്ത് കേസുകളായിരുന്നു. ഓടി പോയി ഹെലികോപ്റ്ററെ കയറി, ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കി പറക്കാൻ തുടങ്ങി. ഹെലികോപ്റ്റർ തൂങ്ങി കയറി ബാലങ്കേ നായർ പിടിച്ച് താഴെ ഇടാൻ വേണ്ടിയാണ് പുള്ളി കയറിയത്. കയറിയപ്പോഴത്തേനും ബാലങ്കേ നായർ, അത് പടം ശ്രദ്ധിച്ചാൽ കാണാം, ഇങ്ങനെ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഓരോ വിരലുകളും അടർത്തി വിട്ട് വിടുക, പുള്ളിയെ താഴെ പിടിക്കാൻ നോക്കുന്നുമുണ്ട്. ചിലരൊക്കെ പറയുന്നു അത് പുള്ളിയെ മനഃപൂർവ്വം വന്നതാന്നൊക്കെ പറയുന്നത്. ഈ കോളിളക്കം സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ട്? ഞാൻ 10-20 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിനിടയ്ക്ക്. ഇപ്പോഴും ഞാൻ വെച്ച് കാണാറുമുണ്ട്. അപ്പം അതിലൊരു പാട്ട് പാടാമോ? പാടാം. ഓമൽ കലാലയ വർഷങ്ങളെ
ഒരായിരം കൂട്ടുകാരേ. ഈ പാട്ടാണ്. അത് ഒരു കോളേജ് വാർഷികത്തിന് സുകുമാരൻ കോളേജ് വാർഷികത്തിന് സുകുമാരൻ വേദിയിൽ പാടുന്ന ഒരു പാട്ടാണ്. തടവറ എന്ന ചിത്രത്തെക്കുറിച്ച് എന്താ പറയാനുള്ളേ? തടവറ എന്ന സിനിമ ഞാൻ ഒരു 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനകത്ത് ജയനും സീമയും ജോസ് പ്രകാശുമാണ്. ജോസ് പ്രകാശ് പൈപ്പൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരു പ്രത്യേകത തന്നെയാണ്. കാറ്റും ഇക്കാടിന്റെ കുളിരും ഓരിത്തരിക്കുന്ന നിമിഷം, എൻ സ്വപ്നങ്ങൾ പൂക്കുന്ന നിമിഷം. കാറ്റും ഇക്കാടിന്റെ കുളിരും. അത് കാനന പശ്ചാത്തലത്തിൽ കൊള്ളക്കാരുടെയൊക്കെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കഥയാണ് ഈ തടവറ. സൂപ്പർ സംഭവമാണ്. അതിനകത്ത് അതുപോലെ ഒരു കാബറെ പാട്ടുമുണ്ട്. അന്നേരം ജോസ് പ്രകാശ് പൈപ്പൊക്കെ വലിച്ച് ഇങ്ങനെ മതോന്മത്തനായിട്ടിരിക്കുകയാണ്. നീ മായല്ലേ, ഇത് മഴയല്ലേ, ഇത് മധുവിധുനാളല്ലേ എന്നുള്ളൊരു പാട്ടുണ്ട്. ഒരു കാബറെ പാട്ടുമുണ്ട് അതിനകത്ത്. ഇനി ഒരു പാട്ടുകൂടെ ഉണ്ട് അതിനകത്ത്. ആനന്ദരാഗം എഴുതിയ കരളിലെ മധുമയ ഭാവം. അത് സീമ ഡാൻസ് കളിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ തടവറ ഇനി കണ്ടാലും മടുക്കാൻ. ഇടയ്ക്കെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് തടവറയും ഈ ഗോൾഡക്കുമാണ്. ജയന്റെ ഒരു ചിത്രമാണല്ലോ കരിപിറണ്ട ജീവിതം. അതെ. അതിനകത്ത് നസീറും ജയൻ സാറും റെയിൽവേ മെക്കാനിക്കുകളാണ്. അതാണ് പണ്ട് കാലത്ത് കൽക്കരി ഉപയോഗിച്ചല്ലേ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കരി പുരണ്ട ജീവിതങ്ങൾ എന്ന സിനിമയ്ക്ക് പേരിട്ടേക്കുന്നത്. അവർ നീല യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങനെ കയ്യിലും കാലിലും എല്ലാം അവർക്ക് ഈ കൽക്കരിയുടെ അതാണ് കരി പുരണ്ട ജീവിതങ്ങൾ എന്ന പടത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. അത് സൂപ്പർ ഹിറ്റ് പടമായിരുന്നു കരി പുരണ്ട ജീവിതങ്ങൾ. അതിനകത്ത് പാട്ട് വല്ല ഓർക്കുന്നുണ്ട്? കരി പുരണ്ട ജീവിതങ്ങൾക്കകത്ത് ഒരു പാട്ട് ഓർക്കുന്നുണ്ട് സാറേ. കുടമുല്ലക്കാവിലെ കുസൃതി കാറ്റ്. അത് കരി പുരണ്ട ജീവിതത്തിലെ പാട്ടാണ്. ഈ ജയന്റെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഗായനാരാ? ജയൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പാടിയേക്കുന്നത് പി ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. ക്ഷീണിതനാണ്, എന്നാലും അദ്ദേഹം ഇപ്പോഴും പാടുന്നുണ്ട്. യേശുദാസിനേക്കാൾ 2 വയസ്സ് ഇളയതാണ് പി ജയചന്ദ്രൻ സാർ. ജയന്റെ ചിത്രത്തിൽ യേശുദാസ് പാടിയിട്ടുണ്ടോ? പിന്നെ അനേകം പാടിയിട്ടുണ്ട്. യേശുദാസും ജയചന്ദ്രനുമാണ് പാടിയേക്കുന്നത്. കൂടുതലും ജയചന്ദ്രനാണ് പാടിയേക്കുന്നത്. യേശുദാസ് പാടിയേക്കുന്ന ഒരു പാട്ട് മീൻ എന്ന സിനിമയിലെ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ജയൻ അഭിനയിച്ച കരിമ്പന എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് അല്ലേ? പിന്നെ അതിൽ ചെത്തുകാരനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. തെങ്ങ് ചെത്തുകാരൻ ആയിട്ടല്ല, പന ചെത്തുകാരനായിട്ടല്ല, പാലക്കാടൻ കരിമ്പന. അത് നമ്മുടെ നാട്ടിൽ ആ സംഭവമില്ല. അവിടെ പാലക്കാട് ചെന്നാൽ കരിമ്പന ആണ് ചെത്തുന്നത്. കരിമ്പന കള്ള്. അതിൻ്റെ മണമൊക്കെ വളരെ നല്ലതാണ്. ഞാൻ കുടിച്ചിട്ടുണ്ട് പാലക്കാട് പോകുമ്പോൾ. വളരെ സ്വീറ്റ് സ്മെല്ലാണ് കരിമ്പനയുടെ കള്ളിന്. അതുപോലെ കുടിക്കാനും ഇറക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ ലഹരി കുറവാണ്. കരിമ്പനയ്ക്കകത്ത് യേശുദാസ് ഗാനം ആലപിച്ചിട്ടുണ്ട് ജയന് വേണ്ടി. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി, ലാടം വെച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ, നേരം പോയി നേരം പോയി നേരം പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ജയൻ സാറിന് ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ഇടുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.